നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂൺ 22 ഉച്ചയ്ക്ക് ശേഷം 3:32 PM ബുധൻ കർക്കിടകം രാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ 5 രാശിക്കാരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തേക്കുന്നത്. നേട്ടങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ, 5 രാശിക്ക് നേട്ടമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബുധനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ നേട്ടം വരും നിങ്ങൾക്കറിയാം. വിദ്യാഭ്യാസപരമായിട്ടും കലാസാഹിത്യ രംഗങ്ങളിലുമൊക്കെ ശോഭിക്കും. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനിൽ അതുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടമാണ്. അഡ്വക്കേറ്റുമാർ, അധ്യാപകർ, കലാകാരന്മാർ, അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർ, അവരും സംസാരം കൊണ്ടാണല്ലോ. പിന്നെ പത്രപ്രവർത്തകർ, ഈ ഞാനുൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ, അതുപോലെ തന്നെ ബിസിനസ്സുകാർ, സെയിൽസ് എക്സിക്യൂട്ടീവ്സ്, സെയിൽസ്മെൻ, സെയിൽസ് ഗേൾസ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക്, അതായത് സംസാര കലയുമായിട്ട് ബന്ധമുള്ളവർക്കൊക്കെ നേട്ടം ഉണ്ടാവും. പിന്നെ കുട്ടികൾക്ക്, മുതിർന്നവർക്കും ഒക്കെ വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും. ഇതൊക്കെയാണ് ബുധൻ്റെ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം ഈ 5 രാശിക്കാർ ആരൊക്കെയാണ്. ആദ്യം ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് 4-ാം ഭാവത്തിൽ ബുധൻ വരുന്നു. അതുകൂടാതെ ഇവർക്ക് സൂര്യൻ ഇപ്പോൾ അനുകൂലമാണ്. മിഥുനമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടവും വരും. ബുധനുമായിട്ട് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അനുഗ്രഹങ്ങളുടെ കാര്യം, അതൊക്കെ കിട്ടും. പിന്നെ ഇവർക്ക് ശുക്രനും സർപ്പവും ശിഖിയും ഒക്കെ അനുകൂലമാണ്. ഭാഗ്യപരീക്ഷങ്ങളൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ശനി മാത്രമാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ജൂൺ 22 അതിന് ശേഷം ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ഇവർക്ക് 7 ശനിയാണ്. ശനിയാഴ്ച വ്രതം എടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. കൂടാതെ നേട്ടങ്ങൾ നിരവധിയുണ്ട്. അപ്പോൾ ആ ഭാഗ്യവർദ്ധനവിന് വേണ്ടി നിരവധി കാര്യങ്ങൾ, ക്ഷേത്ര ദർശനം, മന്ത്രജപങ്ങൾ ഇവയൊക്കെ നടത്തണം. അപ്പോൾ ജ്യോതിഷപരമായ നിങ്ങളുടെ സംശയങ്ങൾക്ക്, അതായത് ഏതൊക്കെ വഴിപാട് നടത്തണം, അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ജ്യോതിഷപരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ മതി. ഫോൺ വിളിക്കരുത്. 9847291363 ആണ് എൻ്റെ വാട്സാപ്പ് നമ്പർ. ഓക്കെ, മേടം രാശിക്ക് നേട്ടമാണ്. ഓക്കെ, ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയാം മിഥുനം രാശിയാണ്. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർത ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ധനസ്ഥാനത്താണ് ബുധനും ശുക്രനും വ്യാഴവും ഒരുമിച്ച് വരുന്നത്. അസാമാന്യമായ ധനവരവ് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഈശ്വരനായിട്ട് ചേർന്ന് നിന്നില്ലെങ്കിൽ അതൊന്നും കിട്ടത്തില്ല. നിരവധി കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇവർക്ക് നിങ്ങൾക്കറിയാം ബുധൻ, ശുക്രൻ, വ്യാഴം, ശിഖി, സർപ്പം, ഇവർക്ക് ഭാഗ്യപരീക്ഷങ്ങളിലൊക്കെ സാധ്യതയുണ്ട്. ധനവരവ് അസാമാന്യമായിട്ടുണ്ടാവും ബുധൻ്റെ അനുഗ്രഹങ്ങൾക്ക് പുറമെ. എങ്കിലും സൂര്യൻ, ശനി, ചൊവ്വ, ഇത് 3 ഡയറക്റ്റായിട്ട് പ്രതികൂലവുമാണ്. അപ്പോൾ നമ്മൾ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. മിഥുനം രാശിക്ക് പൊതുവേ ഒരു നല്ല കാലമാണിപ്പോൾ. അതിൻ്റെ കൂടെ ഇപ്പോൾ ബുധനും അനുകൂലമായിട്ട് വന്നിരിക്കുന്നു. ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറഞ്ഞാൽ കന്നി രാശിയാണ്. കന്നി രാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക്
ബുധനെ കൂടാതെ തന്നെ നിരവധി ഗ്രഹങ്ങളൊക്കെ അനുകൂലമാണ്. വ്യാഴം അനുകൂലമാണ്. ശുക്രൻ, ബുധൻ, സൂര്യൻ, സർപ്പം, ശിഖി ഇവർക്കും ഭാഗ്യപരീക്ഷണങ്ങൾ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവും. അസാമാന്യമായ ഭാഗ്യസിദ്ധി ഉണ്ടാവും. കാര്യം 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ബുധനും ശുക്രനും വ്യാഴവും വന്നിരിക്കുന്നത്. അസാമാന്യമായിട്ടുള്ള ധനവരവ്, ഭാഗ്യാനുഭവങ്ങൾ, ദൈവാധീനം ഒക്കെ ഇവർക്ക് കിട്ടും. പൊതുവെ കന്യരാശിക്കും പൊതുവെ നല്ല കാലമാണ്. ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറഞ്ഞാൽ തുലാം രാശിയാണ്. തുലാം രാശിക്ക് പറയുന്നത് ശനി, സർപ്പം, ശിഖി ഇവ മൂന്നും അനുകൂലമാണ്. അതുകൂടാതെ ബുധൻ ഇവിടെ കർമ്മഭാവത്തിൽ വന്നിരിക്കുന്നു. അതുകൂടാതെ കർമ്മഭാവത്തിൽ ശുക്രനും വ്യാഴവും ഒക്കെ നിൽക്കുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ളൊരു വലിയ നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാം. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖ ആദ്യ 3 പാദം. ഓക്കെ, അപ്പോൾ തുലാം രാശിക്കും നേട്ടമാണ്. ഓക്കെ, ബുധൻ്റെ ഈ മാറ്റം കൊണ്ട് തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരവ്, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. തുലാം രാശിക്ക് നേട്ടമാണ്. പിന്നെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ്. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്കും നേട്ടമാണ്. എങ്കിലും ഇവർക്ക് ശനിയും വ്യാഴവും സൂര്യനും പ്രതികൂലമാണ് ധനുരാശിക്ക്. അപ്പോൾ ഞായറാഴ്ച ശിവന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ചൊവ്വ, ശുക്രൻ, ബുധൻ, സർപ്പം, ശിഖി ഇവർക്കും ഭാഗ്യ പരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളോടൊക്കെ നേട്ടമുണ്ടാവും ബുധൻ്റെ അനുഗ്രഹങ്ങൾക്ക് പുറമെ. അപ്പോൾ ധനുരാശിക്കും നല്ല ഒരു കാലഘട്ടം തുറന്നു കിട്ടിയാണ്. ഏകദേശം 10-28 ദിവസമേ ഉള്ളൂ, എന്നാൽ തന്നെ അത് നേട്ടമാണ് ധനുരാശി. പിന്നെ കുംഭം രാശി, ക്ഷമിക്കണം, കുംഭൻ രാശിക്കും അനുകൂലമായിട്ടാണ് ബുധൻ വരുന്നത്. പക്ഷേ കുംഭൻ രാശിക്ക് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം തന്നെ പ്രതികൂലമാണ്. സർപ്പം, ശിഖി, ശനി, വ്യാഴം ഇതൊക്കെ പ്രതികൂലമാണ്. അതുകൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ കുറയും. ബുധൻ 6ാം ഭാവത്തിൽ അനുകൂലമായിട്ട് വന്നു, പക്ഷേ ഇവർക്ക് നേട്ടങ്ങൾ കുറവാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അത് 6ാമത്തെ രാശിയാണ്. 5 രാശിക്കാരുടെ ആദ്യ 5 രാശിക്കാരുടെ കാര്യം പറഞ്ഞു. അവർക്കൊക്കെ നേട്ടങ്ങളുണ്ടാവും. പക്ഷേ കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് 6ാം ഭാവത്തിൽ ബുധൻ അനുകൂലമായിട്ട് വരുന്നെങ്കിലും ഇവർക്ക് മറ്റ് ഗ്രഹങ്ങളുടെ ഒരു സപ്പോർട്ടില്ല. അതുകൊണ്ട് നേട്ടങ്ങൾ കുറയും. എങ്കിലും ഒരു പരിധിവരെ ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും. അപ്പോൾ വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.